ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. പ്ലസ് ടു വിദ്യാർത്ഥിയാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒഫീഷ്യലി ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പബ്ലിക് പ്ലസ് ടു എക്സാമിൻ്റെയും ലാബ് എക്സാംസിൻ്റെയും +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെയും ഡേറ്റ്സ് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. നമുക്ക് ഡേറ്റ്സ് നോക്കാം. അതായത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ +2 പബ്ലിക് എക്സാം കഴിഞ്ഞ് മാർച്ച് അവസാന വീക്കുകളിലായിരുന്നു +1 ഇംപ്രൂവ്മെൻറ്റ് എന്നായിരുന്നു. എന്നാൽ കണക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു മുട്ടൻ പണി വെച്ചുകൊണ്ട് +1 പബ്ലിക് എക്സാം, അതായത് +2 വിദ്യാർത്ഥികൾക്ക് ഇത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നീണ്ടു നിൽക്കുന്നു. അതായത് മാർച്ച് മാസം കംപ്ലീറ്റ് ആയിട്ട് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരിക്കും. ഇനി +2 സബ്ജക്ട്സ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 6, അതായത് +1 പബ്ലിക് എക്സാം 5-ാം തീയതി നിങ്ങൾക്കൊരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവും. ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഓരോ സബ്ജക്റ്റ് ബേസ് ആണ്. മിക്കവാറും നേരെ പിറ്റേ ദിവസം മാർച്ച് 6-ാം തീയതി +2 എക്സാം ഉണ്ടായിരിക്കും. മുട്ടൻ പണിയാണിത്. അതും നിങ്ങൾ ഡേറ്റ് നോക്കുക, ഓൾമോസ്റ്റ് സെയിം ആണ്. മാർച്ച് 5 തുടങ്ങി 27 +1 ഇംപ്രൂവ്മെൻറ്റ് തീരുന്നു. മാർച്ച് 6 തുടങ്ങി 28 +2 പബ്ലിക് തീരുന്നു. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞ് +2 എഴുതണം. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു +2 എക്സാം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും +1 ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ +2 കഴിഞ്ഞിട്ടൊരു +1 ഇമ്പ്രൂവ്മെൻ്റ് അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങളിത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ ഉറപ്പായും പണി കിട്ടും. നിങ്ങളെ +2 കൊളാവും, +1 ഇമ്പ്രൂവ്മെൻറ്റും കൊളാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ അവർ ഡേറ്റ്സ് ഷെഡ്യൂൾസ് ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ്. മേ ബി അതുകൊണ്ടായിരിക്കും ഇത്രയും നേരത്തെ ഡേറ്റ്സ് പ്രഖ്യാപിച്ചത്. ഇനി തീർന്നില്ല, നിങ്ങളെ സംബന്ധിച്ചോളം +2 പ്രാക്ടിക്കൽ എക്സാംസിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. +2 പ്രാക്ടിക്കൽ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ജാനുവരി 22-നൊക്കെയാണ്. ആൻഡ് JEE ആസ്പിറൻസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഒരു സമയത്താണ് JEE എക്സാംസ് വരാൻ പോകുന്നുള്ളത്. എല്ലാ വർഷത്തെയും പോലെ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇനി മോഡൽ എക്സാമും ഫെബ്രുവരി 16 മുതൽ 26 വരെയാണ്. അത് നീണ്ടു നിൽക്കുന്നൊരു മോഡൽ എക്സാമാണ്. അത്യാവശ്യം സ്റ്റഡി ലീവ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടൈം ലൈൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആദ്യം വരാൻ പോകുന്നത് ജാനുവരിയിൽ ലാബിൻ്റെ മോഡൽ ഉണ്ടാവും. അതിന് ഒഫീഷ്യൽ ഡേറ്റ്സ് ഉണ്ടാവില്ല, സ്കൂളുകൾ തീരുമാനിക്കുന്നതാണ്. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് 5-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ, 21-ാം തീയതി നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കും മോഡൽ പ്രാക്ടിക്കൽ ലാബ് എക്സാം ഉണ്ടാകുക. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഇനി നവംബറും ഡിസംബറും കഴിഞ്ഞ് ജാനുവരി തുടക്കം തൊട്ട് അങ്ങോട്ട് എക്സാംസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് പബ്ലിക് പ്രാക്ടിക്കൽ 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. എന്ന് അവസാനിക്കണം അവർ എൻ്റെ ഡേറ്റ് നിലവിൽ ഫിക്സ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഷെഡ്യൂൾ വരുന്നേ ഉള്ളൂ. അത് നമുക്ക് ഫെബ്രുവരി ഒരു മിഡ് വരെ എക്സ്പെക്ട് ചെയ്യാം. അതായത് മോഡൽ 16 തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാം, ഒരു ഫെബ്രുവരി ഒരു 7-ഓ 8-ഓ ഒരു ഡേറ്റ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മേ ബി അതൊരു 7-8 പോരാ, 10 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് മോഡലിലോട്ട് പോകുന്നു. മോഡൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലീവ്, പിന്നെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് സ്കൂൾസോ മറ്റു കാര്യങ്ങളോ അറ്റൻഡൻസ് ഒന്നും ഉണ്ടാവില്ല. അറ്റൻഡൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടാവും. നേരെ എങ്ങോട്ട് പോവുകയാണ്, നേരെ മാർച്ചിലുള്ള ഈ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. ഇനി ടൈമുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ഉച്ചയ്ക്ക് ശേഷവും +2 പബ്ലിക് എക്സാം രാവിലെകളിലും ആയിരിക്കും. മേ ബി ഏതെങ്കിലും ഒരു ദിവസം തന്നെ +2ഉം +1ഉം വരാനുള്ള സാധ്യതയും ഈ ടൈം നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. മേ ബി അതിനായിരിക്കും അങ്ങനെ കൊടുത്തത്. ഏതെങ്കിലും ഒരു സബ്ജക്ട്സിനൊക്കെ ചിലപ്പോൾ അങ്ങനെ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു +2 വിദ്യാർത്ഥിക്ക് ഒരു മുട്ടൻ പണി തരുന്ന ടൈം ടേബിളാണിത്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ നേരത്തെ പബ്ലിഷ് ചെയ്തത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ തയ്യാറാവുക, നമ്മൾ പഠിക്കാമെന്ന് മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ. നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, എഴുതാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ്. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇത് കണ്ട് നിങ്ങൾ പേടിച്ച് പിന്മാറണം. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, ചെയ്യാതിരിക്കരുത്. പക്ഷേ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ +2 നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നവംബർ മാസം നമ്മളെ മുമ്പിലുണ്ട്. ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒന്ന് സെറ്റായി നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പേടിക്കാതെ പതറാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എജ്യൂപോർട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് എക്സാം ഇനീഷ്യൽ ടാർഗറ്റും ഫൈനൽ ടാർഗറ്റും പബ്ലിക് എക്സാമും +1 ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പ്രീ ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൻ്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 7-നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എൻഡ് വരെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ഈ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആണ്. +1 ഇമ്പ്രൂവ്മെൻറ്റും +2ഉം കൂടി അടക്കം നിങ്ങൾക്ക് ആകെ ഫീസ് വരുന്നത് 3799 എന്ന് പറഞ്ഞ ആ ഒരു ഫീസിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന ലിങ്കിലോ അല്ല താഴെ കാണുന്ന നമ്പറിലോ കണക്ട് ചെയ്തിട്ട് ഈ ബാച്ചിൽ ഇപ്പോഴേ ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ധൈര്യമില്ല, പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്തോ എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടമാവില്ല. കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ബെസ്റ്റ് ലൈനപ്പിൻ്റെ ക്ലാസ്സാണ്. ഡോണ്ട് വറി, ആ ബാച്ച് നിങ്ങൾക്ക് സെറ്റാക്കി തരും. വേഗം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.